അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആകെ തടവുകാരുടെ എണ്ണം സംസ്ഥാനത്തെ ജയിലുകളിൽ 1880 പേരുണ്ട്. സ്വാഭാവികം. കിടപ്പ് രോഗികളായ, വയോധികരായ, മറ്റാരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ജയിലിൽ തന്നെ പാർപ്പിക്കാൻ കഴിയാത്തവരടക്കമുള്ള പലരുടെയും കേസുകളിൽ ഇല്ലാത്ത ഒരു ജാഗ്രത, ഒരു പ്രത്യേക താല്പര്യം ഷെറിൻ്റെ മോചനത്തിന് കാണിച്ചു എന്നുള്ളതാണ് കുടുംബമടക്കം നേരത്തെ ഉന്നയിച്ച ആരോപണം. ശരിയാണോ? അത് തീർച്ചയായിട്ടും തെറ്റാണ്. സത്യമായി പറയുന്നവനായി രാജാക്കൻ. ഇവിടെ കൃത്യമായി 14 വർഷവും 4 മാസവും 17 ദിവസവുമാണ് ശിക്ഷിക്കപ്പെട്ടിട്ട് ഈ പ്രതി അനുഭവിച്ച ശിക്ഷ. എന്നിരുന്നാലും അവധി ദിവസങ്ങളും മറ്റ് കുറവുകളും ചെയ്തു കഴിഞ്ഞാൽ ഇന്നേ തീയതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ഏകദേശം 19 വർഷം കവർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ അപേക്ഷ ജയിൽ ഉപദേശക സമിതി പരിശോധിക്കുന്നത് 8/8/2024 അതായത് 19 വർഷം പൂർത്തീകരിച്ച ഒരു പ്രതി. ആ പ്രതിയെ സംബന്ധിച്ചിടത്തോളം പോലീസ് റിപ്പോർട്ട്, പ്രൊബേഷൻ റിപ്പോർട്ട്, അതുപോലെ നിയമവകുപ്പിന്റെ റിപ്പോർട്ട്, ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ജയിൽ സൂപ്രണ്ട് തന്നെയാണ് ഈ ജയിൽ ഉപദേശക സമിതിയിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഒരു സംശയം ശ്രീ അരുൺകുമാർ, താങ്കൾ പറഞ്ഞു ഇത്രയും കാലം പൂർത്തിയാക്കിയ ഒരാളുടെ അപേക്ഷയാണ് നിയമവിധേയമായി ക്യാബിനറ്റ് പരിഗണിച്ചതെന്നുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് മാനസാന്തരം ഉണ്ടായി എന്നുള്ളതാണല്ലോ അഡ്വൈസറി കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. ഷെറിനെ 3 ജയിലുകളിൽ മാറ്റി മാറ്റി പാർപ്പിച്ചത് എന്തിനാണ്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചയുടെ ഒരു ചോദ്യം തന്നെ വേഗത കൂടുതലായിരുന്നു. 2-3 ദിവസമായിട്ടുള്ള ചർച്ച വളരെ വേഗതയിൽ ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം വന്ന് പിറ്റേ ദിവസം മന്ത്രിസഭ തീരുമാനം എടുത്തതുപോലെയാണ് ഇവിടെ ചർച്ച. കൃത്യമായി പറയുന്നു, 2024 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ജയിൽ ഉപദേശക സമിതി നടത്തിയ പരിശോധന, പരിഗണന, ശുപാർശ, ആ ശുപാർശ 5.5 മാസങ്ങൾക്ക് ശേഷമാണ് കൃത്യമായി മന്ത്രിസഭ പരിശോധിച്ചത്. 2016 നിരവധി ആളുകളെ ഒറ്റ ഉത്തരവിൽ മോചിപ്പിച്ചതിനെ ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് റദ്ദ് ചെയ്തിട്ട് പറഞ്ഞു മൊത്തത്തിലുള്ള എന്തുകൊണ്ടാണ് ജയിൽ മാറ്റങ്ങൾ എന്തിനായിരുന്നു? അല്ല, ജയിൽ മാറ്റം എന്തിനായിരുന്നു എന്ന് കൃത്യമായിട്ടുള്ള കാരണം എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ജയിൽ അതോറിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ജയിലിലെ സൗകര്യവും പ്രതികളുടെ എണ്ണ കൂടുതലും മറ്റു കാര്യങ്ങളും വരുമ്പോഴായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും റിപ്പോർട്ട് ജയിൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തതിലും ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് അനാവശ്യമായ ആനുകൂല്യങ്ങൾ പറ്റുന്നതിലും ജയിൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നതിലും അവരെ 3 തവണ ജയിൽ മാറ്റിയിട്ടുണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? 3 തവണയും ഇവരെ ജയിലിൽ നിന്ന് മാറ്റി മാറ്റി പാർപ്പിക്കേണ്ടി വന്നത് അവരുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരാൾക്കാണ് മാനസാന്തരമുണ്ടായി, പ്രൊബേഷൻ റിപ്പോർട്ട് അവർക്ക് അനുകൂലമാണ് എന്നിപ്പോൾ പറയുന്നത്. അതിലെ വൈരുദ്ധ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇവൻ ശരിയല്ല. മിസ്റ്റർ സുരേഷ് കുമാർ, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് ആധികാരികമായിരിക്കണം. ചിലപ്പോൾ ജയിലിൽ എണ്ണ കൂടുതൽ വരുമ്പോഴും ജയിലിലെ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും പുതിയ ജയിലുകൾ വരുമ്പോഴൊക്കെ ട്രാൻസ്ഫർ ഉണ്ടാവും. മാറുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എന്റെ മുന്നിൽ 3 ജയിലിലേക്ക് ഇവരെ എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതാണ്. എന്താണ് കാരണമെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? യഥാർത്ഥ കാരണം അല്ല, എനിക്കൊരു യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ശിക്ഷ ആജീവനാന്ത ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവനാണെങ്കിൽ പോലും കൃത്യമായി നവീകരണത്തിനും പുനരധിവാസത്തിനും വേണ്ടിയിട്ടാണ്, കറക്ഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ 14 മുതൽ 20 വർഷം വരെ ശിക്ഷ അനുഭവിക്കുന്ന 262 പേർ, 20 വർഷം പൂർത്തിയാക്കിയ 207 പേർ, ഇതിൽ പലരും റിമിഷന് അപേക്ഷ കൊടുത്ത 6 മുതൽ 9 മാസം വരെ കാത്തിരിക്കുന്ന കേസുകളുണ്ട്. ഇപ്പോ എത്ര വർഷം കിടന്നാലും എത്ര റെക്കമെൻഡേഷൻ വന്നാലും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ട കേസും അതുപോലെ തന്നെ ബലാത്സംഗ കേസുകളിലും റിമിഷൻ കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ തീരുമാനം. അത്തരത്തിൽ ഗവൺമെന്റ് ആർക്കും കൊടുക്കില്ല. അപ്പൊ അവർ ഈ പറഞ്ഞ 260 പേരിൽ ഉൾപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും കൊല ചെയ്ത ആളുകളിലെ കേസുകളിലെ പ്രതികൾ അവർ ചിലപ്പോൾ 30 വർഷം 40 വർഷം എടുത്താലും ഈ ഗവൺമെന്റിന്റെ പോളിസി അവർക്ക് റിമിഷൻ കൊടുക്കേണ്ടതില്ല എന്നതാണ്. അങ്ങനെ പറയാൻ കഴിയും. ഇപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ അല്ലാതെ ഒരു ഡാറ്റ ഇല്ല. ശ്രീ ജ്യോതികുമാർ, പക്ഷേ ഇവിടെ അരുൺകുമാർ അദ്ദേഹം പറഞ്ഞത് 2/8/2024 വെച്ച് നോക്കുമ്പോൾ ഇവർ ജയിലിലായിട്ട് 18 വർഷവും 8 മാസവും 29 ദിവസവുമായി എന്നാണ്. 8/8/2024 കണക്കനുസരിച്ച് അവർ 18 വർഷം കഴിഞ്ഞെങ്കിൽ ഈ സംഭവം ഉണ്ടായിട്ട് എത്ര വർഷം ഉണ്ടായി കാരണമോ? 2009 നവംബർ 7 2009 നവംബർ 9 മുതൽ അവർ റിമാൻഡിലാണ്. 2009 മുതൽ ഇപ്പോൾ 16 വർഷമല്ലേ ആയിട്ടുള്ളൂ.
പിന്നെ എങ്ങനെയാണ് അദ്ദേഹം 18-ന്റെ കണക്ക് പറയുന്നത്? ഇവിടെ അവർക്ക് റെമിഷൻ നൽകാൻ അഥവാ അവരെ പുറത്തുവിടാൻ കാരണമായി പറയുന്നത് അവരുടെ നല്ല നടപ്പിനെ കുറിച്ചാണ്, അവരുടെ മാനസാന്തരത്തെക്കുറിച്ചാണ്. നീ എന്തിനാണ് പറയാൻ പോയത്? നമ്മൾ ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു മാനസാന്തരം അളക്കുന്ന മെഷീൻ ഇവരുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. നേരത്തെ തീവ്രത അളക്കുന്ന മെഷീൻ ഇവരുടെ കൈവശമുള്ളത് നമ്മൾ പാലക്കാട് വിഷയമൊക്കെ വന്നപ്പോൾ കണ്ടിരുന്നു. സുരേഷ് മുമ്പേ പറഞ്ഞ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ കണക്കുകളിൽ 20 വർഷം കഴിഞ്ഞവരുടെ ലിസ്റ്റുണ്ട്, 15 വർഷം കഴിഞ്ഞവരുടെ ലിസ്റ്റുണ്ട്. അവരെ ആരെയും പരിഗണിക്കാതെ ഈ സ്ത്രീയിലേക്ക് മാത്രം എത്തിപ്പെട്ടത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അപ്പോൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും കൊന്നവരെ ഞങ്ങൾ പുറത്തുവിടില്ല. എങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെയുള്ളവരെ ജയിൽ അഡ്വൈസറി കമ്മിറ്റി ശുപാർശ ചെയ്യുന്നത്? ഒറ്റ നിമിഷം ശ്രീ ജ്യോതി, ഈ 207 പേര് 20 വർഷത്തിൽ കൂടുതൽ ശിക്ഷ പൂർത്തിയാക്കിയവരാണ്, ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയവരാണ്. അപ്പോൾ അവരൊക്കെ ഈ പോളിസിയുടെ പരിധിയിൽ വരാത്തവരായതുകൊണ്ടായിരിക്കാം എന്ന് മാത്രമേ അരുൺകുമാറിനും പറയാൻ സാധിക്കുന്നുള്ളൂ. അതിൽ ഞാൻ അവിടെയാണ് ചോദിക്കുന്നത്, അങ്ങനെ പോളിസിയിൽ വരാത്തവരാണെങ്കിൽ പിന്നെ ജയിൽ അഡ്വൈസറി കമ്മിറ്റി എന്തിനാണ് അവരെ ശുപാർശ ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വാദഗതികൾ മാത്രമാണ്. ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ടെന്നേ. എണീറ്റ് വരണ്ടേയിരുന്നു. ഈ കേസിനകത്ത് ഇടപെട്ടിട്ടുള്ളത് ഗണേഷ് കുമാറിന്റെ ഓഫീസാണ്. ട്രാൻസ്പോർട്ട് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഓഫീസ് ഇവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. ഇവർ എന്നൊക്കെ എന്താ പറയുന്നത് പരോളിൽ ഇറങ്ങിയിട്ടുണ്ടോ അന്നെല്ലാം ഇവർ സ്റ്റേഷനിലെത്തുമ്പോൾ ഇവരോടൊപ്പം സന്തത സഹചാരിയായി ഇവരോടൊപ്പം വരികയും ഇവരോടൊപ്പം മടങ്ങുകയും ചെയ്യാറുള്ളത് KB ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരി കോട്ടാത്തല പ്രദീപാണ്. താങ്കളുടെ ബോധ്യത്തിന്റെയോ സംശയത്തിന്റെയോ അടിസ്ഥാനത്തിലാണോ അതോ വസ്തുതാപരമായി താങ്കൾക്ക് ബോധ്യപ്പെട്ട കാര്യം തന്നെയാണോ? എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് വസ്തുതാപരമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. ഞാൻ വെളിപ്പെടുത്തിയിട്ട് ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ നടപടിയെടുക്കട്ടെ. പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി ഈ കൊലയാളിയോടൊപ്പം പോയിട്ടുള്ളത് ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരിയായ ഈ കോട്ടാത്തല പ്രദീപാണ്. എല്ലാ ദിവസവും പോയിട്ടുണ്ട്. എന്താ ഞാൻ കേൾക്കുന്നത്? എല്ലാ ദിവസവും ഇവരെന്നൊക്കെ പരോളിലിറങ്ങിയിട്ടുണ്ടോ അന്നെല്ലാം ഈ കോട്ടാത്തല പ്രദീപ് അവരോടൊപ്പം ഉണ്ടാകാറുണ്ട്. എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? പറയട്ടെ. ഞാൻ പറഞ്ഞിട്ട് 24 മണിക്കൂറായല്ലോ, എന്തേ മന്ത്രി പ്രതികരിക്കുന്നില്ല? സൂര്യന് താഴെയുള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും പ്രതികരിക്കുന്ന KB ഗണേഷ് കുമാർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല? സുരേഷേ, എന്താ ഉറക്കം വരുന്നു? ഞാൻ ഗൗരവമുള്ള ഒരു ആക്ഷേപം, ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്തത സഹചാരി തന്നെ ഒരു കൊലയാളിയോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് നിരന്തരമായി പോകുന്നു എന്ന ഗൗരവമുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിക്കുമ്പോഴും 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ മന്ത്രി മിണ്ടുന്നില്ല, ആ മുന്നണിയിൽപ്പെട്ട ആരും മിണ്ടുന്നില്ല. സുരേഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ, സംസ്ഥാനത്ത് ഇത്തരത്തിൽ സ്വന്തം ഭർത്തൃപിതാവിനെ കൊന്ന കേസിൽ ജീവപര്യന്തം കിട്ടിയ ഒരു പ്രതി പരോളിൽ ഇറങ്ങുമ്പോൾ മന്ത്രിയുടെ സന്തത സഹചാരി ഫുൾ ടൈം കൂടെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? എന്തൊക്കെയാണ് നടക്കുന്നത്? ഞാൻ പരസ്യമായി ചലഞ്ച് ചെയ്യുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അവരെന്നൊക്കെയാണോ അവിടെ ഒപ്പിടിച്ചിട്ടുള്ളത് ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെ. ഇത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ കേസെടുക്കട്ടെ. ഇനി അതിനപ്പുറത്തേക്കുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ ഞാൻ പുറത്തുവിടാം. എന്നെ കൊല്ലാനാണ് നിന്റെ പരിപാടി. പക്ഷെ മന്ത്രി ഇതിന് മൗനം വെടിഞ്ഞ് ഉത്തരം പറഞ്ഞേ മതിയാവൂ. മന്ത്രിക്ക് ഈ പറയുന്ന കൊലയാളിയുമായിട്ടുള്ള ബന്ധം എന്ത് പറഞ്ഞേ മതിയാവൂ. ഇല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ വരും ദിവസങ്ങളിൽ പുറത്തുവിടാം. K. അരുൺകുമാർ, പുറത്തല്ല അകത്ത് തന്നെയാണ് ഗൂഢാലോചന എന്നാണ് ജ്യോതികുമാറിന്റെ നേരിട്ടുള്ള ആരോപണമാണ്. മറുപടി അല്ല, ഈ ചർച്ചയിൽ 4 പേർ ഗവൺമെന്റ് തീരുമാനത്തെ എതിർക്കുന്നു. ഞാൻ ഗവൺമെന്റ് നിയമപരമായിട്ടുള്ള തീരുമാനം എടുത്താണെന്ന് പറയുന്നു. സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ പറയുകയാണ് ആർട്ടിക്കിൾ 14 വയലേഷൻ എന്ന്. അദ്ദേഹം പറയുന്നു ഇത്തരത്തിൽ റിമിഷൻ കൊടുക്കുന്നതിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബാധകമല്ലെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 14 എന്താ? ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അത് മൗലിക അവകാശങ്ങൾ കൃത്യമായി റിമിഷന്റെ കാര്യത്തിൽ പരിഗണിക്കില്ല എന്ന് പറയുമ്പോൾ അല്ല, ഞാൻ പറയട്ടെ മിസ്റ്റർ, ഇവിടെ ഓരോരുത്തരുടെയും റിമിഷൻ കൃത്യമായി പരിഗണിക്കുന്നത് ഓരോ വ്യക്തികളെ അല്ല. ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോ കേട്ടിരുന്നല്ലേ? മര്യാദക്ക് കേട്ടിരിക്കും. സുരേഷ് കുമാർ, മര്യാദകേടാണ്. ഇത്തരത്തിൽ വലിയ വിവരത്തിന്റെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് ആന മണ്ടത്തരം പറഞ്ഞിട്ട് അത് സൂചിപ്പിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത് ആന മണ്ടത്തരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിർത്തി അവമാനിക്കുവാണെന്ന്. ഇതെന്റെ സമയമാണ്.
എന്റെ സമയമാണ്. അല്ല രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ട് ഇങ്ങനെ കള്ളത്തരം പറയരുത്. നിയമമായിട്ട് പറയണം. നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.